കെ കരുണാകരന് ശേഷം ഒ രാജഗോപാൽ മാത്രമാണ് കേന്ദ്രമന്ത്രിയായി കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തതെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ വി മുരളീധരൻ. ഒരു വിവരമില്ല. എന്ത് വന്നാലും നീ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതാണോടാ നോക്കി നിന്നോളാമെന്നാണോ നീ പറഞ്ഞത്? താൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ജനങ്ങൾക്ക് അറിയാമെന്ന് വി മുരളീധരൻ പ്രതികരിച്ചു. അതിനിങ്ങേര് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. കെ കരുണാകരനെയും ഇന്ദിരാഗാന്ധിയെയും പുകഴ്ത്തുകയും ചെയ്ത സുരേഷ് ഗോപിക്കെതിരെ ബി.ജെ.പിക്കുള്ളിൽ അതൃപ്തി പുകഞ്ഞു തുടങ്ങി. ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട്. എന്തോ ഞാൻ എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ, ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. അതിനുശേഷം പിന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നുകൊണ്ട് എനിക്ക് അറിയണം ഞാൻ ഒരു വിഡ്ഢിയാണോ. അതെന്നെ അറിഞ്ഞാ നീ ഒരു പമ്പര വിഡ്ഢിയാണെന്ന്. ഓരോ മനുഷ്യനിലും അന്തർലീനമായ ഓരോ കഴിവുകളുണ്ട്. അല്പം മനസ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അടിവരയിട്ട് പറയും. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. അതിനെപ്പറ്റിയൊന്നും ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോവും. കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ടെന്നാണ് സൂചന. എന്താ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ? ഒന്നുമില്ല. കാരണം ക്യാബിനറ്റ് പദവി തനിക്ക് ലഭിക്കാതെ പോയതിന് പിന്നിൽ സംസ്ഥാന ബി.ജെ.പിയുടെ ഒരു വിഭാഗം നേതാക്കളുടെ ഇടപെടൽ ഉണ്ടെന്നാണ് സുരേഷ് ഗോപിയുടെ വിശ്വാസം. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാരും. സുരേഷ് ഗോപിയുടെ പ്രസ്താവന പരോക്ഷമായി കൊണ്ട വി മുരളീധരൻ കേന്ദ്രമന്ത്രിയുടെ വാദത്തെ തള്ളി. പോയി തരത്തി പോയി കളിക്കടാ. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന്. പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിൽ ചെറിയ എന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അത് ടോട്ടലായിട്ട് വർധന ഉണ്ടാവുന്നില്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്. എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. ആ ടോട്ടൽ വില കൂടുന്നില്ല. അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കും. അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശം എന്താണെന്ന് പറയും. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. കെ കരുണാകരനെ പുകഴ്ത്തുന്നു. ഒപ്പം ഇന്ദിരാഗാന്ധി ഭാരത് മാതാവെന്ന പരാമർശം. സുരേഷ് ഗോപിക്കെതിരെ ബി.ജെ.പിക്കുള്ളിൽ അതൃപ്തി പുകഞ്ഞു തുടങ്ങി. പിടിച്ചു കൊടുക്കുന്ന ആളുടെ തലയിലോട്ട് തന്നെ ലഗേജ് വെക്കുന്ന കാലമായത്. എടുത്തണ്ട, ആർക്കായാലും ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ. ഞാനും ജപ്പാൻ യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? 2 സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകാമല്ലോ. ഇനി മേലിത് ആവർത്തിക്കരുത്. എല്ലാവരും പോയിക്കോ. ചെല്ലേ, നീ പോയി കിടന്നോടാ. അല്ല, നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? പോ. കെടാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.